ഹലോ, ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ ഒരു അടിപൊളി ഹൽവയുടെ റെസിപ്പിയാണ്. ഞാൻ പറയാതെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതെന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന്. അത്രയും സ്വാദിഷ്ടമായ, നമുക്ക് ഇൻഗ്രീഡിയൻസ് കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ റെസിപ്പിയാണ്. കണ്ടോ, ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും അത്രയും രസമാണ്. ഭയങ്കര ഹെൽത്തിയാണ്, പിള്ളേർക്കൊക്കെ ധാരാളമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഹൽവ റെസിപ്പിയാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. 1/2 കപ്പ് പച്ചരി, നല്ല ഏതെങ്കിലും പച്ചരി, 1 കപ്പ് റാഗി നന്നായിട്ട് വാഷ് ചെയ്യുക. ഒരു 4 മണിക്കൂർ ഇതിനെ കുതിരാനായിട്ട് നമുക്ക് വെക്കാം. അരി ചേർക്കുന്നത് റാഗിയുടെ ആ ഒരു ചെറിയൊരു ചുവയുണ്ടാവുമല്ലോ, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിപ്പോൾ 4 മണിക്കൂർ നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നു. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതിനൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നു. നന്നായിട്ട് അരയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്ത് ഈ ഒരു മിശ്രിതം വളരെ ഫൈനായിട്ട് നെറ്റുള്ള അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കണം. കാര്യം റാഗിയിൽ കുറച്ച് ഉമി കൂടുതലാണല്ലോ, അപ്പോൾ അതിനൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് അരിച്ചെടുക്കാനുണ്ട്. ഈ അരിച്ചെടുത്ത റാഗി മിക്സിൻ്റെ സെയിം അളവിലുള്ള സ്വീറ്റ്നറാണ്. അത് ജാഗിരിയോ കരിപ്പട്ടിയോ വൈറ്റ് ഷുഗറോ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളതോ ചേർക്കാം. ഞാനിവിടെ പൗഡേർഡ് ജാഗിരിയാണ് സെയിം അളവിൽ എടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാലാണ്. ഒരു മീഡിയം തിക്നെസ്സിൽ എടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ 2.5 കപ്പ്, റാഗി മിക്സിൻ്റെ 2.5 കപ്പ് അളവിൽ എടുത്തിട്ടുള്ളൂ. തിക്ക് ബേസ് ബോട്ടമുള്ള ഒരു പാത്രത്തിൽ റാഗി മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാലിൻ്റെ 1 കപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മെൽറ്റാക്കണം. ശർക്കര അങ്ങ് നന്നായിട്ട് അതിനകത്ത് മെൽറ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടുപ്പ് ഓൺ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ കൈതോരാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 3 to 4 മിനിറ്റ്സിനകം തന്നെ ഇത് ഒന്ന് ഇറുകി കിട്ടും. അപ്പം കട്ട കൂടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് അതൊന്ന് തിക്കായി വരുമ്പോഴേക്കും എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാലിൻ്റെ ആദ്യത്തെ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഹൽവ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പതിയെ ഒന്ന് അതിനെ യോജിപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് അബ്സോർബായി കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അത് ഇറുകിയതിന് ശേഷം സെക്കൻഡ് ടൈമായിട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ അഗെയിൻ നമ്മൾ ചേർക്കുന്നുണ്ട്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഹൈ ഫ്ലെയിമിൽ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ മൊത്തമായിട്ട് അതിനകത്ത് പിടിക്കണം, അതുവരെ ഇളക്കി കൊടുക്കണം. ഹൽവയിൽ ഇച്ചിരി മെനക്കെട്ട പണിയാണ്, പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. ഡെഫിനറ്റായിട്ടും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ പതിയെ ഒന്ന് ഇളക്കി ആ തേങ്ങാപ്പാൽ അത്രയും അതിനകത്ത് യോജിപ്പിച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇതിപ്പോൾ കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന അത്രയും തേങ്ങാപ്പാൽ 3 സ്റ്റെപ്പായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം ഈ ഹലുവ തേങ്ങാപ്പാലിനകത്താണ് വെന്ത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു രുചി ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇനി കൈതോരാതെ ഹൈ ഫ്ലെയിമിൽ ഒരു 35 to 40 മിനിറ്റ്സ് ആവും ഇതിൻ്റെ മൊത്തം കുക്കിംഗ് ടൈമാണ് കേട്ടോ. അപ്പം ഏകദേശം ആകുമ്പോഴേക്കും ഇത് ഇറുകി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ നെയ്യ് ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി നെയ്യ് അത്രയും അതിനകത്ത് അബ്സോർബ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എഗെയിൻ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്നും കൂടി അതിനെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നെയ്യ് അത്രയും അബ്സോർബ് ആകുമ്പോഴേക്കും അത് പാത്രത്തിൽ നിന്ന് അങ്ങ് വിട്ട് വരും. ഒരു ഹൽവയുടെയൊക്കെ ഒരു ഷേപ്പായി കഴിയാൻ നേരം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും ഹൽവ റെഡി ആയിട്ടുണ്ടാവും. ഈ സമയത്ത് നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവ റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.